ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു കണ്ണൂർ മേലെ ചൊവ്വ സ്വദേശി റോബിനെയും കുടുംബത്തെയുമാണ്. അവരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെയും അവരുടെ ദൈവാനുഭവത്തെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് റോബിനും കുടുംബത്തിനും സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് റോബിൻ സെബാസ്റ്റ്യൻ. ഞാൻ ഇരിക്കൂറിലാണ്, കോട്ടൂർ ഇടവക്കാരൻ. തൊട്ടടുത്തൊരു സെമിനാരി ഉണ്ട്, അതിനടുത്താണ് താമസിക്കുന്നതൊക്കെ. വീട്ടിൽ ചാച്ചനും അമ്മയും ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. എല്ലാവരും മാരീഡാണ്. ഞാൻ മാത്രമേ ഇവിടെ കണ്ണൂർ സെറ്റിലായിട്ടുള്ളൂ. പിന്നെ ഭാര്യ, 3 മക്കളുമാണുള്ളത്. മൂത്തവൻ സെബിൻ, അവനിപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ 2 പേര് ട്വിൻസാണ്, ഫ്രാൻസിസും ക്ലാരയും. അവരിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ കരയത്തിൻചാലുകാരിയാണ്, പനക്കൽ. അവർ 7 മക്കളാണ്. അപ്പനില്ല, അപ്പം മരിച്ചുപോയി. അമ്മയുണ്ട്. പിന്നെ സഹോദരങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ചേച്ചിയുണ്ട്, MSMIൽ സിസ്റ്ററാണ്. ഞങ്ങൾക്ക് ആത്മീയമായിട്ടൊക്കെ വളരാനൊക്കെ ആയിട്ട് ഒത്തിരി പ്രചോദനം ഈ ചേച്ചി വഴിയാണ് സാധ്യമാകുന്നത്. റോബിൻ്റെ ബാല്യകാല ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ബാല്യകാലം ഇരിക്കൂർ ഒരു CSTക്കാരുടെ സെമിനാരി ഉണ്ട്. എൻ്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ ജീവിതം എന്ന് ആരംഭിക്കുന്നത്. അവിടെ ചാച്ചനും അമ്മയും അവിടുത്തെ കിച്ചണിലെ ജോലിക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ സെമിനാരിയോട് കൂടുതൽ അടുത്ത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ദിവ്യബലിയിൽ കുഞ്ഞുനാൾ മുതൽ മുടങ്ങാതെ പങ്കെടുക്കുവാനായിട്ടൊരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സെമിനാരിൽ ജോലിക്കാർ ചാച്ചനും അമ്മച്ചി അവിടെ ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു സംഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ചേട്ടനും എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് ഞാനും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 3 പിള്ളേരും ഞങ്ങളായിരുന്നു എന്നും ഉണ്ടായിരുന്നത്. കൂടെ എൻ്റെ അനിയനെയും ഞാൻ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അനിയനായിരുന്നു കൂടുതൽ. പിന്നെയുള്ളത് ഏറ്റവും മൂത്ത ചേട്ടനാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ CST സെമിനാരി തൊട്ടടുത്തായത് കൊണ്ട് തന്നെ അവിടെയുള്ള സെമിനാരിലെ ആ ചാപ്പലൊക്കെ ഒന്ന് അലങ്കരിക്കാനും വാസ് വെക്കാനൊക്കെ ആയിട്ട് അവിടുത്തെ അച്ഛൻ ഞങ്ങളെയായിരുന്നു ഏൽപ്പിച്ചത്. കാരണം ഇവർ വർഷത്തിലെ സെമിനാരിയൻസ് വീട്ടിൽ പോകുമല്ലോ. ആ സമയത്തൊക്കെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടായിരുന്നു. ആ ഒരു ജീവിതം ഇപ്പോഴും തുടർന്നു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജ് പ്രീ-ഡിഗ്രി ഒക്കെ ഞാൻ പഠിച്ചത് അതിനടുത്തുള്ളൊരു ആർട്സ് കോളേജിലായിരുന്നു, വന്ദന ആർട്സ് കോളേജ്. നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എപ്പോഴാണ്? നവീകരണ ജീവിതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, നമ്മുടെ തുടക്കം മുതലേ ഞാൻ പറഞ്ഞു സെമിനാരിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതമൊക്കെ വളർന്നു വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പഠനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ ഓർക്കുക, SLC കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞാലേ ഈ ജീസസ് യൂത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ദൈവം എനിക്കായിട്ട് അത് ഒരുക്കി എന്നുള്ളതാണ് വാസ്തവം. ജീസസ് യൂത്തിലോട്ട് കയറാൻ പറ്റി. അങ്ങനെ ആ ജീസസ് യൂത്ത് കൂട്ടായ്മ വലിയൊരു അനുഗ്രഹമായിരുന്നു. പരസ്പരം നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന, ഒന്നിച്ച് കൂട്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന ആ ഒരു കുറച്ച് യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അത് വലിയൊരു ശക്തിയായിരുന്നു. ആ ശക്തിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ധ്യാനം കൂടാൻ, അങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നും. നമുക്ക് ഈ ലോകത്ത് കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ് സന്തോഷവും സമാധാനവും ആ കൂട്ടായ്മയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ധ്യാനങ്ങൾ പലത് കൂടിയിട്ടുണ്ടെങ്കിലും ഒരേ ഒരു ലക്ഷ്യം, ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കണമെന്ന്. പലപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു ഫാമിലിയാണ്. ചാച്ചൻ മാത്രമേ പണിക്ക് പോകുന്നുള്ളായിരുന്നു. അമ്മച്ചിക്ക് അസുഖമൊക്കെ ആയതുകൊണ്ട് അമ്മച്ചിക്കൊന്നും പണിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ ധ്യാനത്തിന് പോകുമ്പോൾ 7 ദിവസം നല്ല സുഭിഷ്ടമായ ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ.
സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജീസസ് യൂത്തിൻ്റെ ഒരു തെളിച്ചം, ഒരു വെട്ടം, എവിടെയോ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫീല് അനുഭവപ്പെടുമായിരുന്നു. മിക്കപ്പോഴും ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ 7 ദിവസം ഫുഡ് എന്നതിലുപരി ഞങ്ങൾ ധ്യാനമൊക്കെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഈശോയെ സ്നേഹിക്കണം, ഈശോയെ അറിയണമെന്നുള്ളതിൻ്റെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഏതെങ്കിലും ഒരു നേരവും ഭക്ഷണം കഴിച്ചിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ കൂടെ ഞങ്ങൾ പോകുമ്പോഴാണെങ്കിൽ ജീസസ് യൂത്ത് കൂട്ടായ്മ ഞങ്ങൾ കൂട്ടുകാരെ ഒന്നിച്ചൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും പറയും, റോബിനെ നീ എവിടെ പോയി ഭക്ഷണം കഴിക്കാൻ കണ്ടില്ല. പക്ഷേ ഞാൻ പറയാറില്ല ഇങ്ങനെ. ഈശോയുടെ കൂടെ ഞാൻ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്നു, ഓടി വന്ന ഈശോയുടെ കൂടെ ചാപ്പലിൽ ഇരിക്കും, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എവിടേക്കോ എങ്ങനെയോ ഈശോയുടെ ആ ഒരു സ്നേഹത്തെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ഞാൻ ഓർക്കുക, എനിക്കൊരു കൂട്ടുകാരനുണ്ട്, സിജി പുതുപ്പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട്, ചെമ്മന്തിട്ടിക്കാരനാണ്. അവനാണ് ഈശോയുടെ കൂടുതൽ അടുക്കുന്ന ആ ഒരു ഫീല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ തൊട്ടടുത്താണ് വീടെങ്കിൽ പോലും ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നത് എറണാകുളത്ത് ഒരു ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ വെച്ചാണ്. ആ കൂട്ടായ്മയും ആ കൂടിച്ചേരൽ ഇപ്പോഴും ഞങ്ങൾ തുടർന്നു പോകുന്നിരിക്കും. ഭക്തിസാന്ദ്രമായ ഏത് കാര്യങ്ങൾക്കും എൻ്റെ കൂടെ സിജി ഉണ്ടായിരിക്കും. റോബിൻ്റെ പ്രത്യാശ ഭവനിലെയും അമലാഭവനിലെയും ശുശ്രൂഷകളൊക്കെ എന്തെല്ലാമാണ്? ഞാൻ ഗുജറാത്തിലായിരുന്നു, ഒരു 1.5 വർഷത്തോളം അവിടുത്തെ ഒരു ഓട്ടോമൊബൈൽ കടയിലായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സേവാശ്രമത്തിൻ്റെയും പ്രത്യാശ ഭവൻ്റെയൊക്കെ ഇതിൽ ചാർജായിട്ട് അവനവിടുത്തെ ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം, ഞാൻ ഗുജറാത്തിലാണെങ്കിലും പരസ്പരം ഞങ്ങൾ ഫോണിലൂടെ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് അവൻ്റെ കല്യാണമൊക്കെ ആലോചിച്ചു. അപ്പം എന്നോട് ഞാൻ, റോബിനെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരാളില്ല, നിനക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ഇവിടെക്കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു. ഇവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചു, ഞാനിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. ആ സമയത്ത് തെരുവിൽ കഴിയുന്നവരെ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുക, അവരെ നോക്കുക എന്നുള്ളത്. ഞാൻ സിസ്റ്റേഴ്സിനെ കണ്ടപ്പോഴും അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ രാവിലെ 5:30 ആകുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചെന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക്, അവരോട് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടും. അത് കഴിഞ്ഞ് രാവിലെ അവരെ കുളിപ്പിക്കാൻ, ഈ അപ്പാപ്പന്മാരെയും ഒക്കെ ആയിട്ട് രാവിലെ ഇവർ മോഷണൊക്കെ അതിലൊക്കെ വാരി തേച്ച് മേത്തൂടെയൊക്കെ ഉണ്ടാകും, അവരെ ചെന്ന് കുളിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. ആദ്യത്തെ 2 ദിവസം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ മോഷൻ എന്ന് പറയുന്നത് അത്രയും സ്മെല്ലല്ലേ. ചെന്നു, പക്ഷേ അതൊരു മുല്ലപ്പൂവിൻ്റെ അതൊരു സുഗന്ധമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റിയത്. മദർ തെരേസ പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നിൽ വസിക്കുന്ന ഈശോയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഈ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒപ്പം ഈ പ്രത്യാശ ഭവനിലാണെങ്കിലും ഒന്നിച്ച് തന്നെ ജീവോദയ എന്ന് പറഞ്ഞ് എയ്ഡ്സ് രോഗികൾക്കായിട്ടുള്ള ഒരു സ്ഥാപനം കൂടി ഉണ്ടായിരുന്നു. എയ്ഡ്സ് രോഗികൾ എന്ന് പറയുന്നത് ഞാൻ വരുന്ന സമയത്തൊക്കെ എല്ലാവരും പേടിച്ചിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ എന്നോട് ചോദിച്ചു, റോബിനെ ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് നിനക്ക് പേടിയുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ കാണുന്ന പോലെ ഞാൻ അവരെയും കണ്ടാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരോട് കൂടെ ഇരുന്നൊന്ന് വർത്താനം പറഞ്ഞപ്പോൾ, അവരൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവര് എന്നേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അവർ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അസുഖം വന്നത് പലവിധ കാരണങ്ങളാൽ. അവർ ചില ടയർ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു, ലൈംഗിക തൊഴിലാളികളായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞത് ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ സുഖം അനുഭവിച്ചു. ഇപ്പോൾ ഞങ്ങൾ നോക്കാൻ ഞങ്ങളുടെ വീട്ടുകാരോ ബന്ധുക്കളോ ആരുമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാൾ ഞങ്ങളോട് വർത്തമാനം പറയാനായിട്ട്, ഇത്രയും വലിയ ഒരു ഭീകരമായ ഒരു രോഗാവസ്ഥയിലാണ് ഞങ്ങളുള്ളത് എങ്കിൽ പോലും നിങ്ങൾ അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം. പക്ഷേ അതായിരുന്നു, ആ ഒരു സന്തോഷമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. നമ്മുടെ ആ സ്നേഹവും നമ്മുടെ പരിരക്ഷയും. കാരണം ഇപ്പം ആ സ്ഥാപനത്തിൽ എന്നെ പോലെ അല്ലെ എന്നെക്കാളും കവിഞ്ഞ ഒത്തിരിയേറെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ഉണ്ട്, സഹോദരങ്ങൾ വേറെയുണ്ട്. എല്ലാവരും ഒരേ കൈയോടുകൂടെ ഒരേ മനത്തോടു കൂടിയാണ് ഇവരെ സമീപിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. അതുപോലെ തന്നെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സഹോദരങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ, പ്രത്യാശ ഭവനിലും അമല ഭവനിലും ഉള്ളത്. അവരെ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മളവരുടെ ജാതിയോ മതങ്ങളോ ഒന്നും നോക്കാറില്ല, ഒരു ഭാഷയോ എല്ലാം വിഭിന്നമാണ്. അവരെ കൊണ്ടുവരുന്നു, നമ്മുടെ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നു. ഒരു അപ്പനായിട്ട്, അമ്മയായിട്ട്, അല്ലെങ്കിൽ അനിയനായിട്ട്, ചേട്ടനൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ സ്ഥാപനങ്ങളും ആയിരിക്കുക.
ഞാനിപ്പോൾ ഏതാണ്ട് 22 വർഷത്തോളമായി ഈ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷകനാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ആ ഒരു ഫീൽ ഇപ്പോഴും തോന്നുന്നുള്ളൂ. റോബിൻ, കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഭാര്യ സുനിത, മക്കൾ 3 പേരാണ്. മൂത്തവൻ സെബിൻ, അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ പുറകിൽ നിൽക്കുന്ന 2 പേര് ട്വിൻസാണ്, ഫ്രാൻസിസും ക്ലാരയും. അവരിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. റോബിൻ്റെ ജീവിതത്തിൽ ധാരാളം ദൈവാനുഭവം ഉണ്ടെന്നറിയാം. എന്നാൽ ഓർമ്മയിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ദൈവാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡൊന്നും തീരില്ലായിരിക്കും. എങ്കിലും ഏറ്റവും അടുത്ത നാളുകളിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളുകളേറെ എൻ്റെ മകൻ സെബിന് അവന് പൈൽസിൻ്റെ ആണെന്നും പറഞ്ഞ വലിയൊരു വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നാൾ അതിനുള്ള മരുന്നുകൾ 3-4 ഹോസ്പിറ്റൽ കഴിഞ്ഞു മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്ക് അവന് കുർബാനയുടെ ഇടയ്ക്ക് അവൻ ശുശ്രൂഷയാണ്, ഇടയ്ക്ക് തലകറങ്ങി വീണു. 2 തവണ തലകറക്കം വന്നു. അതങ്ങനെ ഡോക്ടറെ കാണിച്ച് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു ഡോക്ടർ ജിമ്മി സർജനാണ്. അവിചാരിതമായിട്ടാണ് ആ ഡോക്ടറിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇടവക്കാരനാണെങ്കിൽ പോലും അത്രയും പെട്ടെന്ന് കണ്ടുപിടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യാം. അത് കഴിഞ്ഞു കൊളോണോസ്കോപ്പി എഴുതി. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ധനലക്ഷ്മി ഹോസ്പിറ്റലുണ്ട്, കണ്ണൂരിൽ ഏറ്റവും ഫേമസ് ആയ ഗ്യാസ്ട്രോളജിസ്റ്റാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞപ്പോഴേ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു സംശയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൂ. ഞങ്ങൾക്ക് അത് കേട്ടപ്പോഴും ഞങ്ങൾക്ക് വലിയ അസ്വസ്ഥയായിരുന്നു. ഈ ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള കുറേ നേഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നത്. അങ്ങനെ ടെസ്റ്റിങ്ങുകളൊക്കെ പോയി ഓരോ തവണ കഴിയുമ്പോഴും ഞങ്ങളുടെ ഫീലിംഗ് കൂടുതൽ ടെൻഷനിലോട്ടായി പോയിക്കൊണ്ടിരുന്നത്. കാരണം കണ്ണൂരിൽ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ ഗ്യാസ്ട്രോളജിസ്റ്റാണ് ഒരു സംശയം പറഞ്ഞത് CA ആയിരിക്കാം എന്നുള്ളത്. എന്നാൽ എല്ലാം കഴിഞ്ഞു, ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. അവന് ഓപ്പറേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 തവണ വീണ്ടും കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്തു. എന്നാൽ ദൈവകൃപയാൽ അത് വേറെ ഒരു കുഴപ്പമില്ലാതെ പൈൽസിൻ്റെതല്ലാതെ ആ ഭാഗത്ത് ചെറിയൊരു തടിപ്പ് മാത്രമായിരുന്നു. നമ്മുടെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ ഇനിഷ്യേറ്റീവ് തന്നെ എടുത്ത് അവർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി കണ്ണൂരിൽ തന്നെ ആദ്യമായിട്ട് ഒരു റോബോട്ടിക് സർജറിയിലൂടെ എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറ്റി തന്നു. അത് വലിയൊരു ദൈവകൃപയാലാണ്. ഞങ്ങളുടെ മേലച്ചുവയിലുള്ള ഇടവക്കാർ ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കാനും ഒത്തിരി സപ്പോർട്ട്, സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ അവരാരും തന്നത്. ഇത് ദൈവകൃപയാലാണെന്ന് ഇന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പങ്കു തന്നു നിന്റെ ജീവനിൽ പൊന്നേശുവേ, ചങ്കു തന്നൊരെന്റെ സ്നേഹമേ. എന്തു ചൊല്ലി നിന്നെ വാഴ്ത്തിടും പൊന്നേശുവേ, നന്ദി മാത്രമെന്നും എപ്പോഴും. ഈശോ നീ എൻ കൂടെ ഉള്ളപ്പോൾ പാടാം എന്നും നിൻ തിരുനാമം. ഈശോ നീ എൻ കൂടെ ഉള്ളപ്പോൾ പാടാം എന്നും നിൻ തിരുസ്നേഹം. വാവാ ഈശോ വാവാ, എന്റെ ഹൃത്തിൽ വാഴാൻ നീ വാ. ഇനി നീയും ഞാനും ഒന്നായി തീരും എന്റെ ജീവനേ. വാവാ ഈശോ വാവാ, എന്റെ ഹൃത്തിൽ വാഴാൻ നീ വാ. ഇനി നീയും ഞാനും ഒന്നായി തീരും എന്റെ ജീവനേ. റോബിൻ കുടുംബത്തെ ഒരു 6 വർഷമായിട്ടാണ് ഞാൻ പരിചയമുള്ളത്. അതിനു മുമ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു എൻ്റെ വീട്. അത് കാരണം എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവരെ ഞാൻ കാണുന്നത്. അപ്പോൾ 3 കുഞ്ഞുങ്ങൾ 6 വർഷം മുമ്പെന്ന് പറയുമ്പം ഇവരുടെ ഇരട്ടപ്പിള്ളേർക്ക് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ആയിട്ടാണ് മാതാപിതാക്കൾ പള്ളിയിൽ വരുന്നത്. അപ്പോൾ എനിക്കതൊരു അതിശയമായിട്ട് തോന്നി. ഇത്രയും രാവിലെ ഈ 6:30 കുർബാനയ്ക്ക് ഇവർ 3 പേരും 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവർ 2 പേരും
ദിവസവും പള്ളി വരിക എന്ന് പറഞ്ഞാൽ അത് ദിവസവും വരും എന്നുള്ളതാണ്, ഞായറാഴ്ച മാത്രമല്ല. അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയവും സന്തോഷവും. ഞാനതിനെപ്പറ്റി പലരോടും ഇങ്ങനെ പറയാറുണ്ട്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിൽ വരുന്നത്. അതൊരു മാതൃകയാക്കി തീർക്കണമെന്ന് ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരും മറ്റുള്ളവർക്കും അതുപോലെ തന്നെ സഹായികളാണെന്നുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും അവർക്ക് യാതൊരു മടിയില്ലാതെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച്, പ്രത്യേകിച്ച് റോബിൻ എവിടെ ആര് വിളിച്ചാലും അവിടെ ഓടിച്ചെന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് ദൈവം അവരെ സമർത്ഥമായി അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് എല്ലാം നന്മയ്ക്കായി ഭവിപ്പിക്കും. എന്തു വന്നാലും അവിടെ എല്ലാം ദൈവം അവരുടെ കൂടെയുണ്ട്. പരിശുദ്ധയമ്മ അവരുടെ കൂടെയുണ്ട്. യോസേപ്പിതാവ് അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് വേണ്ടത് എല്ലാം ദൈവം സമർത്ഥമായി അവിടുന്ന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവരുടെ ആ ജീവിത രീതി കേട്ടറിയണം, കണ്ടറിയണം, അത് മാതൃകയാക്കണം. അതാണ് ഞാൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, മേലെച്ചൊവ്വ സെൻറ്റ് ഫ്രാൻസിസ് ഇടവകയിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് റോബിനും ഒരു കുടുംബവും. ഇടവകയോട് വളരെ അടുത്ത് അറിയുകയും ഇടവകയെ സ്നേഹിക്കുകയും സഭയെ അത്രമാത്രം കുടുംബത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് റോബിൻ്റെ കുടുംബം. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവതയോടുകൂടി ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും എല്ലാ സമയവും. സംഘടനകളിലായിക്കോട്ടെ, മിഷൻ ലീഗ് മുതൽ വിൻസെൻ്റ് പോളിൽ വരെയും ഈ റോബിനും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളും സജീവമായിട്ട് ഉണ്ട്. ഏത് പ്രവർത്തനത്തിലും, ഇടവകയുടെ ഏത് പ്രവർത്തനത്തിനും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഓടിയെത്തുന്ന ഒരു നിറസാന്നിധ്യമാണ് റോബിൻ്റേത്. അതുകൊണ്ട് ഈ റോബിൻ എല്ലാവർക്കും, ഇടവകയിൽ എല്ലാവർക്കും നല്ല മാതൃകാ കുടുംബമാണ്. ജപമാല ചൊല്ലിഞ്ഞ കേണിടുമ്പോൾ സ്വർഗീയ സ്നേഹത്തിൽ മുത്തുകൾ കോർത്തൊരു ജപമാല ചൊല്ലിഞ്ഞ കേണിടുമ്പോൾ അമ്മേ എൻ്റെ അമ്മേ ചാരെ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ. അമ്മേ എൻ്റെ അമ്മേ ചാരെ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ. കനിയായൻ കവിളിൽ ഒന്ന് തലോടുമോ, കളിവാക്കോതി കൂടെ നീ വരുമോ. കനിയായൻ കവിളിൽ ഒന്ന് തലോടുമോ, കളിവാക്കോതി കൂടെ നീ വരുമോ. അമ്മേ എൻ്റെ അമ്മേ ചാരേ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ. അമ്മേ എൻ്റെ അമ്മേ ചാരേ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ.
റോബിൻ്റെ ദേവാലയത്തോട് ചേർന്നുള്ള ശുശ്രൂഷകളൊക്കെ എന്തെല്ലാമാണ്? പൗലോസ്ലേഹ പറയുന്നുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുന്നു, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഓരോ പ്രഭാതത്തിലും ഞാൻ ജീവിതം ആരംഭിക്കുന്നത് ഈ ആലയത്തിൽ വെച്ചാണ്. രാവിലെ 5:30 എഴുന്നേറ്റ് ഒപ്പം കുഞ്ഞുങ്ങളെയും വിളിച്ചേൽപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഈ ദേവാലയത്തിലെത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്. ഓർക്കുന്നു, ഈ ആലയത്തിൻ്റെ ആരംഭം മുതൽ എനിക്കിവിടെ ആയിരിക്കാനായിട്ട് ദൈവം അനുഗ്രഹം ചൊരിഞ്ഞു. ഞാനും ഭാര്യയും ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട്, എനിക്കൊരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഭാര്യയും പിള്ളേരുമാണ്. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം കുഞ്ഞുങ്ങൾ തന്നെയാണെങ്കിൽ തന്നെ അലാറം വെച്ച് വിളിച്ച് ഏൽക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കൽ പോലും അവരെങ്ങനെ ദേഷ്യത്തോടെ വിളിച്ചേൽപ്പിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരാറില്ലെന്നും തന്നെ വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഒരു ജീവിതം ആരംഭിക്കുന്നു. ഈ ഇടവക ഇപ്പോൾ ഏതാണ്ട് 300ഓളം ഇടവക്കാരുണ്ട്. പുതുതായിട്ട് വന്ന വീട്ടുകാരെ അങ്ങനെ കുറച്ച് പേരെ അറിയാത്തുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ്. വികാരി അച്ഛനാണെങ്കിലും ഇവിടെ ഒത്തിരി കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഉണ്ട്. FCCയിലാണെങ്കിലും MSMY നസ്രത്ത്, ഇവരെല്ലാവരും ആണെങ്കിലും ഒത്തിരി സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഇടവകയുടെ ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിലാണ്. ഞാൻ ഓർക്കുന്നു, ഈ കണ്ണൂരിൽ സ്വന്തമായിട്ടൊരു ഭവനം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ആരോരുമില്ലാത്തവരെ നോക്കുമ്പോൾ അവരെ ഞാൻ നോക്കിക്കോളാമെന്ന്. ആ ഒരു ഫലമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തന്നെ 7 സെൻറ്റ് സ്ഥലവും അതിൽ നല്ലൊരു വീടും ദൈവം ഒരുക്കി തന്നു. എന്നാൽ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഇടവക്കാരാണ് വലിയ സപ്പോർട്ട് കൂടെ തന്നത്. സാമ്പത്തികമായിട്ടായിട്ടും സാധനങ്ങളായിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നും എന്നും ഇവരാണ് കൂടെയുള്ളത്. കാരണം ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന എൻ്റെ കൊച്ചിൻ്റെ അസുഖം ഞങ്ങളെക്കാൾ വേദനിച്ചത് ഞങ്ങളുടെ ഇടവക്കാരായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ റിസൾട്ട് അവിടെ കൊടുത്തു. അത് ഞങ്ങൾ തിരിച്ച് അന്ന് തന്നെ ഞങ്ങൾക്കൊരു ധ്യാനത്തിന് കിട്ടിയായിരുന്നു. ആ ധ്യാനത്തിന് ഞങ്ങൾ പോയി ഒരാഴ്ച ഞങ്ങൾ ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോഴേക്കാണ് എല്ലാ കാര്യങ്ങളും ഈ ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ നേഴ്സസും അതുപോലെ ഞങ്ങളുടെ വികാരിച്ചനും ഇവിടുത്തെ ഇടവക്കാരും എല്ലാവരും അറിഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഇവരുടെ പ്രാർത്ഥന ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി സപ്പോർട്ട് കൂടിയായിരുന്നു ഈ ആലയത്തിൽ. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അൾത്താരയിൽ കുഞ്ഞുങ്ങൾ അൾത്താര പാലന്മാരാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് അൾത്താരയിൽ കയറും ശുശ്രൂഷയായിട്ട്. പിന്നെ വിൻസെൻ്റ് പോളിലെ അംഗമാണ്. അതുപോലെയുള്ള ഇവിടെയുള്ള സംഘടനകളെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് AKCC, വിൻസെൻ്റ് പോൾ, അതുപോലെയുള്ള സംഘടനകളെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, അതിലുണ്ട്. അതുപോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ വിവാഹം കഴിഞ്ഞവരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്, അതിന് ഞങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വികാരിച്ചനോടൊപ്പം ചെയ്യാനായിട്ട് കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. ഏതൊരു കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കറിയാം, പരസ്പരം അറിയാവുന്നത് കൊണ്ടാണ്. ഇടവകയിലാണെങ്കിലും വാർഡിലാണെങ്കിലും, പിന്നെ വാർഡിലെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള, അതുകൊണ്ട് അങ്ങനെയും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പാരിഷ് കൗൺസിൽ അംഗമായിട്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവം നിയോഗിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്നും കുഞ്ഞായിരിക്കാനായിട്ട് ഇവരുടെ കൂടെ കളിച്ച് നടക്കുന്ന, ഈശോയോടൊപ്പം കളിച്ച് നടക്കുന്ന കൊച്ചു തെരേസയെ പറയുന്നുണ്ട്, അവിടുത്തെ കയ്യിലെ കളിപ്പന്തായിട്ട് തീരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. എന്നും ഏതിനും ഒപ്പമായിരിക്കണം. ഏത് സമയത്തും കൂടുതൽ ആൾക്കാരിൽ ഈ നമ്മുടെ പള്ളിയോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹം. അതുപോലെ ഭാര്യയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ മാതൃവേദിയിലെ അംഗമാണ്. മറ്റ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അവളും മുൻതൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിലും ഫ്രീ ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ പള്ളിമുറ്റത്ത് വന്ന് ഓടി നടക്കാനൊക്കെ ആയിട്ട് അവർ കാണിക്കുന്ന ഒരു തീഷ്ണത വലിയ സന്തോഷം. മിക്കപ്പോഴും ഞങ്ങളുടെ സ്കൂൾ ബസ്സൊക്കെ ഞാൻ ഈ പള്ളിമുറ്റത്താണ് ഞാൻ ഓടിക്കുന്ന സ്കൂൾ ബസ് ഇടുന്നത്. മിക്കപ്പോഴും സ്കൂൾ ബസ് ഞാൻ ഇറങ്ങി കഴിയുമ്പം തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ പിള്ളേരാരെങ്കിലുമൊക്കെ ഇവിടെ കാണും. അവരെ ഓടി വരുന്ന അങ്ങനെയൊക്കെ ഒരു ഫീല്. ഇത്രയാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫീലായിട്ട് എനിക്കും ഭാര്യയ്ക്കും പിള്ളേർക്കും ഒന്നിച്ച്. കാരണം പിള്ളേരും അതുപോലെ ഭാര്യ അതുപോലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു സപ്പോർട്ടാണ്. ഒരു തവണ ഒരു സൈഡിലൊന്ന് ക്ഷീണം വന്നാൽ ഒന്ന് വീണ് പോയാൽ കൂടെ ആകാൻ താങ്ങാനായിട്ട് ഈ ഇടവകാസം ഒന്നടങ്കം കൂടെയുണ്ട്. അതുപോലെ ഫാമിലീസ്.
മക്കളെ വളരെ ആത്മീയമായി വളർത്തുന്ന ഒരു നല്ല അമ്മയാണ് സുനിത. ഈ കുഞ്ഞുങ്ങളുടെ കാര്യവും അതുപോലെ റോബിൻ്റെ ശുശ്രൂഷകളിലുമൊക്കെ സുനിത എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കൂടുതൽ ഇങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിലൊരു ഇല്ല, പറഞ്ഞാൽ മതി. ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് പോകാൻ ജീവിത പങ്കാളിയെ ദൈവം തന്നു, മക്കളെ തന്നു. എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചൊരു ജീവിതമായിരുന്നു. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ചു. അപ്പം എന്നെ ശക്തിപ്പെടുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞാനിങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഷാലോമ ഗുഡ്നസ്സൊക്കെ ഞാൻ കാണും. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പ്രോഗ്രാമുകൾ കാണുമ്പോൾ, ഓരോരുത്തർ ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ എനിക്കൊരു പ്രചോദനമാണ്. അപ്പം അതിലെ നല്ല പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ജീവിത പങ്കാളിയുടെ മക്കളോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ വളർത്തണം, അവരെ ആത്മീയമായിട്ട് എങ്ങനെ ചേർത്ത് പിടിക്കണം, മാതൃകപര കുടുംബം നയിക്കണം, വിശുദ്ധ വലിയ അങ്ങനെ എല്ലാം അങ്ങനെ ഒരു ബോധ്യങ്ങൾ കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോഴും സെർച്ച് ചെയ്യുന്നത്. ഫോൺ എടുത്താലും ഞാൻ അങ്ങനെ നോക്കാറുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ, പിന്നെ പുസ്തകങ്ങളൊന്നും ഇപ്പം പണ്ടത്തെ പോലെ വായിക്കാറില്ല, ഫോണിൻ്റെ അകത്താണെങ്കിലും. ഇവരെ ഞാൻ അതിനെ നിർബന്ധിക്കുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ല കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യം. സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കണം, സ്വർഗത്തിൽ പോകണം, നിങ്ങൾ വലിയ ജോലിക്കാരാകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ വിശുദ്ധരാകണം, പിന്നെ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നു. ഇപ്പോൾ ഈ ഒരു വിശുദ്ധ ബലിയാണ് എനിക്ക് ഒരു ശക്തി. ആരോഗ്യമുള്ളപ്പോൾ എല്ലാം ഞാൻ വിശുദ്ധ ബലിയിൽ പോരും. പക്ഷെ മിക്കപ്പോഴും എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് അസ്വസ്ഥതകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാറുണ്ട്. എല്ലാം ദൈവം അനുവദിച്ചു തരുന്നതാണ്. അപ്പം ആദ്യകാലത്ത് ഒരു അറിവില്ലാത്ത കാലത്ത് ചിന്തിക്കും, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇപ്പം കുറേ അറിവ് കിട്ടിയപ്പം ഇതെല്ലാം ദൈവം അനുവദിച്ചു തരുന്നു, കൂടുതൽ വിശുദ്ധി വളർത്താൻ വേണ്ടി. ഇപ്പം അനാഥാലയത്തിലായിരുന്ന കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. പക്ഷെ ഇന്നിപ്പം ഇങ്ങനെ പറ്റുന്നുണ്ടെന്ന് അതൊരു ഭയങ്കര ഒരു ദൈവാനുഭവം. അതിലുപരി ഒന്നിനു പുറകെ ദൈവം ഓരോ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പക്ഷേ ഒരു മുറിവ് തരുന്നു, വെച്ച് കെട്ടാനുള്ള മരുന്ന് ഒരുക്കി വെച്ചിട്ടാണ് മുറിവ് തരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്. ഇപ്പം ഇവിടെ ഇടവകെ പലർക്കും സ്വന്തമായിട്ട് വീടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വീട് കിട്ടിയപ്പം ഒരു ദൈവം തന്നതാണ്, അത് ഞങ്ങളുടെ കഴിവല്ല. ഇടവക്കാർ ഒത്തിരി പേരുടെ സപ്പോർട്ട് കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ തരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ സാധനങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളിങ്ങനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം നമുക്കിതെല്ലാം കിട്ടിയല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കൊച്ചിനിങ്ങനെ അസുഖം വന്നത്. അപ്പം പെട്ടെന്ന് മറ്റുള്ളവർക്കൊരു എതിർ സാക്ഷ്യം പോലെ, നിങ്ങളൊന്നും പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കൊച്ചിന് രോഗം വന്നു. അപ്പം അതൊരു ടെൻഷനായിരുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇടവകയുടെ അവസ്ഥ എന്താ? കാരണം എല്ലാവരും ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞത് ഇടവക്കാരായിരുന്നു. അവർ നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛനും മറ്റും നേഴ്സുമാരൊക്കെ അവരതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച നേരവും ചെയ്തിരുന്നു. ഞങ്ങൾ ധ്യാനമൊക്കെ കൂടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ധ്യാനം കൂടി വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്, അത്ഭുതമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്രയും സീരിയസ് ആയിരുന്നു എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒത്തിരി സന്തോഷത്തിലാണ്. എൻ്റെ സെബിൻ എന്ന് പറയുമ്പം ഇടവക്കാർക്ക് അതാണ്, എല്ലാവരും ഇവനെ അറിയുന്നു, ആയതുകൊണ്ട് കൊച്ചിനിത് വന്നല്ലോ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും. പക്ഷേ ഈ ദൈവാനുഗ്രഹം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചൊരു ഭയങ്കര അത്ഭുതമാണ്. അതോടൊപ്പം അവൻ ഇപ്പോഴും ആൾക്കാരെ കയറാനും പ്രാർത്ഥിക്കാനൊക്കെ അവന് സാധിക്കുന്നുണ്ട്. മക്കൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ആ സ്വപ്നത്തോടൊപ്പം മക്കളെ വളർത്തുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവം ഒരുക്കുന്നതാണ് നിങ്ങളെ. ആ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു.